വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ പീസിലൊക്കെ നല്ലപോലെ ഇതൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കോലം, പെരിഞ്ജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഭാഗം നമുക്കൊന്ന് മാറ്റാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ചോറ് ഒരു 80% വേവിച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ലെയറായിട്ട് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി.